ഇനി നാടാകെ പാമ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ സർപ്പ ടീം പരിശോധന നടത്തുകയാണ്. ബാത്റൂമിന്റെ തറ പൊളിച്ചാണ് പരിശോധന. ഇതുവരെ 5 പാമ്പുകളെയാണ് വീട്ടിൽ നിന്ന് ലഭിച്ചത്. കൂടുതൽ പാമ്പുകൾ ഉണ്ടോ എന്ന സംശയത്തിലാണ് തറ പൊളിച്ച് പരിശോധന നടത്തുന്നത്. ഇന്നലെ 2 പാമ്പുകളെ ഇവിടെ നിന്ന് കിട്ടിയത്. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. നടരാജ, ഈ പാമ്പുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? കൂടുതൽ പാമ്പുകളെ പരിശോധനയിൽ കിട്ടിയിട്ടുണ്ടോ? പരിശോധന പൂർത്തിയാക്കി ഈ ബാത്റൂം കോൺക്രീറ്റ് ചെയ്ത് മടങ്ങാനാണ് ഇവരുടെ തീരുമാനം. കാരണം ഒരു ഭാഗത്തു നിന്നും പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ ഊഹിക്കുന്നത് ബാത്റൂമിനടിയിൽ വെച്ച് ഇത്തരത്തിൽ പാമ്പുകൾ കയറി അകത്തേക്ക് വരികയാണെന്നാണ്. പക്ഷെ അത് തെളിയിക്കുന്ന തരത്തിലുള്ള പാമ്പുകളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്താനായില്ല. വീടിനകത്തും പുറത്തും സർപ്പ ടീം അംഗങ്ങൾ പൊളിച്ച് പരിശോധിച്ചു, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോൾ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ബാത്റൂം കോൺക്രീറ്റ് ചെയ്ത് പുറത്തു നിന്നൊന്നും അകത്തേക്ക് വരാത്ത രീതിയിൽ അടച്ച് പോകാനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവത്തിന് ശേഷം വീട്ടിൽ 5 പാമ്പുകളെ കണ്ടെത്തി എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ രാത്രി 7:30 ഒരു 4ാമത്തെ പാമ്പിനെയും രാത്രി 11:30-12 മണിയോടുകൂടി 5ാമത്തെ പാമ്പിനെയും കിട്ടി. ഈ പാമ്പിനെയൊക്കെ തന്നെ നാട്ടിലെ കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെ കൂടുതൽ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയാണ് ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയതെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോൾ ഇവിടം സീൽ ചെയ്തുകൊണ്ട് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർ മടങ്ങുകയാണ്. കോടാലിയിലെ വീട്ടിലെ പരിശോധന പൂർത്തിയാക്കി സർപ്പ ടീം അവിടെ നിന്ന് മടങ്ങുകയാണ്. കൂടുതൽ പാമ്പുകളെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പാമ്പുകൾ ഉണ്ടെങ്കിൽ അവ പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് സംഘം മടങ്ങുന്നത്.